നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. സുപ്രീം കോടതിയിലെ സീനിയർ കോർട്ട് അസിസ്റ്റന്റ് കം സീനിയർ പ്രോഗ്രാമർ, ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് കം ജൂനിയർ പ്രോഗ്രാമർ എന്നിങ്ങനെ രണ്ട് തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്, അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് സീനിയർ പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് 6 പോസ്റ്റുകളും ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് കം ജൂനിയർ പ്രോഗ്രാമർ പോസ്റ്റിലേക്ക് 20 പോസ്റ്റുകളാണ് ഉള്ളത്. അങ്ങനെ 26 ഒഴിവുകളാണ് ആകെ ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് വിശദാംശങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റ് സീനിയർ കോർട്ട് അസിസ്റ്റന്റ് കം സീനിയർ പ്രോഗ്രാമർ എന്നുള്ളതാണ്. 6 ഒഴിവുകളാണുള്ളത്. നേരിട്ടുള്ള നിയമനമായിരിക്കും. ഇതിലേക്കുള്ള ശമ്പളം, അടിസ്ഥാന ശമ്പളം തന്നെ 47,600 രൂപയായിരിക്കും. സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ പേ ലെവൽ 8 അനുസരിച്ചായിരിക്കും ശമ്പളം ലഭിക്കുക. ഏകദേശം 80,000 കൂടുതൽ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി പറഞ്ഞിട്ടുള്ള 18 വയസ്സിന് 35 വയസ്സിനിടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിനുവേണ്ടി യോഗ്യത ബിടെക് ആണ്. ബിടെക് അത് കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ പഠിച്ച് പാസ്സായതിനു ശേഷം 6 വർഷത്തെ പ്രതിപരിചയം, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് 6 വർഷത്തെ പ്രതിപരിചയം, അതല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് 60% മാർക്കോടെ പാസ്സായ ശേഷം 7 വർഷത്തെ കമ്പ്യൂട്ടറൈസേഷൻ പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൽ എല്ലാ പോസ്റ്റിലേക്കും നിയമബിരുദം ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സെലക്ഷൻ ചില റിട്ടേൺ എക്സാമിനേഷനും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാകും. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ നിയമനം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് കം ജൂനിയർ പ്രോഗ്രാമർ എന്നുള്ളതാണ്. അതും നേരിട്ടുള്ള നിയമനം തന്നെയാണ്. അതിൽ 20 വേക്കൻസികളാണ് ആകെ ഉള്ളത്. സ്ഥിരം വേക്കൻസികളാണ്. ഇതിന്റെ അടിസ്ഥാന ശമ്പളം 37,400 എന്നുള്ളതാണ്. ഇതിലേക്ക് വേണ്ട യോഗ്യത ഏജ് പറയുകയാണെങ്കിൽ മറ്റേതുപോലെ തന്നെ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ കഴിയുക. SC കാരാണ് 5 വർഷവും, OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. യോഗ്യത പറയുകയാണെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിടെക് IT അത് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ബിടെക് IT കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ BSc കമ്പ്യൂട്ടർ സയൻസും BCA ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസ് ഇവിടെ ചോദിച്ചിട്ടില്ല. നേരത്തെ ഉള്ള സീനിയർ പ്രോഗ്രാമറിലേക്ക് 6 വർഷം എക്സ്പീരിയൻസ് വേണം. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലാതുള്ളവർക്ക് തന്നെ അപേക്ഷിക്കാൻ കഴിയുന്ന പ്രത്യേകതയുണ്ട്. ഇതിലേക്ക് സെലക്ഷൻ റിട്ടേൺ എക്സാമിനേഷന്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതിൽ പ്രാക്ടിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ഇന്റർവ്യൂ തന്നെയായിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പം ഈ റിട്ടേൺ എക്സാമിനേഷൻ, ക്വാളിഫയിങ് എക്സാമിനേഷൻ 50% മാർക്കിന് ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്റർവ്യൂ അടുത്ത ലെവലിലേക്ക് കിട്ടുകയുള്ളൂ എന്ന് സെലക്ഷൻ കൂടി കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ OBC കാൻഡിഡേറ്റ്സിനും 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. അതായത് www.sca.go.in സൈറ്റിലുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. SC കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ആയിട്ടുള്ളവർക്കും 250 രൂപ മതി. ബാക്കി എല്ലാവരും 1000 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ജൂൺ 6 മുതൽ ജൂൺ 27 2025 ജൂൺ 27 വരെയാണ് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നിങ്ങൾ ഏർപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.